ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, നിങ്ങളുടെ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് അവനവൻ വാങ്ങിച്ചു വെക്കുന്ന അവനവന്റെ പ്രവർത്തികളോ വാക്കുകളോ കൊണ്ട് വാങ്ങിച്ചു വെക്കുന്ന കുറച്ച് വള്ളിക്കെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവര് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കൊണ്ട് തിരുത്താൻ ശ്രമിച്ചാലോ നിങ്ങളുടെ ആള് തിരുത്തപ്പെടില്ല. നിങ്ങളുടെ ആൾക്ക് ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് തിരുത്താൻ ആഗ്രഹം വേണം, അല്ലെങ്കിൽ അവരത്രയും തലയിൽ ഏറ്റിക്കൊണ്ട് തലക്ക് പൊക്കത്ത് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഇവരെ തിരുത്താൻ ശ്രമിക്കണം. എന്നാലേ നിങ്ങളുടെ വ്യക്തി തിരുത്തപ്പെടുകയുള്ളൂ. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ പല എടുത്തുചാട്ടങ്ങളും കൊണ്ടോ അല്ലെങ്കിൽ പല തീരുമാനങ്ങളും കൊണ്ടോ സ്വന്തമായിട്ട് ഓരോ ഊരാക്കുടുക്കുകളിൽ പെട്ടിരിക്കുന്ന അവസ്ഥ, അതുകൊണ്ട് ബുദ്ധിമുട്ട്, മാനസിക സംഘർഷങ്ങളോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ നിങ്ങളുടെ ആളുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തി എടുത്ത തീരുമാനങ്ങൾ കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് നിങ്ങളുടെ ആള് തീരെ സമ്മതിച്ചു തരില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള എടുത്തുചാട്ടം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ കൊണ്ട്, അല്ലെങ്കിൽ ഇത്തിരി അറിവില്ലായ്മ ഉള്ളത് കൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. പകരം മറ്റുള്ളവരുടെ അടുത്തോട്ട് ആ നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ ഒന്ന് ചാരിക്കൊടുക്കാം. നിങ്ങൾ അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വന്നത്, നിങ്ങൾ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചത് കൊണ്ടും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നത് എന്ന് ഇങ്ങനെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കും. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ മറ്റുള്ളവരുടെ അടുത്തോട്ട് നല്ല രീതിക്ക് ചാർത്തി, ഇങ്ങനെ തിലകം ചാർത്തൂല അതുപോലെ ചാർത്തി കൊടുക്കും. ഓക്കെ, കാരണം എന്താ പറയാ, അംഗീകാരങ്ങളും ഒരുപാട് പ്രശംസ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പോസിറ്റീവായിട്ടുള്ള ഇത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വഴിയിൽ കൂടി പോയാൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്നവൻ തെറ്റുകാരനാകും, ആ പറയുന്നവൻ നെഗറ്റീവ് പറയും എന്നുള്ള രീതിയിലേ നിങ്ങളുടെ ആളെ എടുക്കുള്ളൂ. പക്ഷെ കിട്ടുന്നത് എന്താണ്, ഈ ആള് പോകുന്ന വഴിയിലൊക്കെ കൂടി പോയി കഴിയുമ്പോൾ കിട്ടുന്ന പരിപാടി എന്ന് പറയുന്നത് ആൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പല വ്യക്തിബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുക, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുക, അത് മറ്റുള്ളവർക്കും കൊടുക്കുക. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നല്ല രീതിക്ക് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിനെ മാത്രം കരുതി ജീവിക്കുന്ന പല ജീവിതങ്ങളും ചുറ്റിനും ഉണ്ട്. അവർക്ക്
ഇങ്ങനെ ഈ പറയുന്നത് പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചെയ്യുന്ന അതിന്റെ പ്രതിഫലനം കിട്ടുമല്ലോ, റിസൾട്ട്. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ ഓർത്ത് ജീവിക്കുന്ന ആളുകളുടെ അടുത്തോട്ട് ഇങ്ങനെ ചാരി ചാരി കൊടുക്കും. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പരിപാടികൾ എല്ലാം കൊടുക്കും. കാരണം ഇവിടെ ഒരു ചില സമയത്ത് നിങ്ങളുടെ ആള് ഒരു അക്കരപ്പച്ച സ്വഭാവം കാണിക്കും. ഇവിടെ നിൽക്കുമ്പോൾ ഓ അപ്പുറത്തായിരുന്നു നല്ലത്, അപ്പുറത്തേക്കുമ്പോ ഇപ്പുറത്തായിരുന്നു നല്ലത് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യൽ കൂടുതലാണ്. ഒന്നല്ലെങ്കിൽ വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യും. അവർക്ക് ആനയുണ്ട്, നിങ്ങളുടെ കയ്യിൽ മാങ്ങ മാത്രമേ ഉള്ളൂ. അവർക്ക് ചക്കയുണ്ട്, നിങ്ങളുടെ കയ്യിൽ മുളകൊടി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്ന, ഒന്നല്ലെങ്കിൽ നിങ്ങളോട് കമ്പയർ ചെയ്യുന്നത് പറയുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആൾക്ക് പുതിയ ജീവിതം വേണം, പുതിയ സന്തോഷം വേണം, ഇഷ്ടം പോലെ ധനം കിട്ടണം, സാമ്പത്തികമായിട്ട് നല്ല സെറ്റിൽഡ് ആയിരിക്കണം. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രീതി, ഏതെങ്കിലും കാര്യങ്ങളോട് ഇത്തിരി ക്രേസ് ഉണ്ടാവും. അതേതെങ്കിലും വസ്ത്രങ്ങളോടായിരിക്കാം, ആഭരണങ്ങളോടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ധനത്തിനോടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പദവി, എനിക്കിത് വേണം, ഇന്ന പദവി എനിക്ക് വേണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കാം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കൈ നനയാതെ മീൻ പിടിക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രകളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. യാത്രകളൊക്കെ ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കും യാത്ര ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആള്. പക്ഷെ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ വ്യക്തികളുടെ അടുത്തോ ഇങ്ങനെ എന്താ പറയുക പെട്ടുപോയ അവസ്ഥ. അതായത് നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂടിയുള്ള താക്കോല് അവരിട്ട് തുറക്കുന്നു. നിങ്ങളുടെ വ്യക്തി അവരിങ്ങനെ കീ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ കൈയടിക്കുന്നു. നമ്മൾ ഈ അമ്പലപ്പറമ്പിലും ഉത്സവപ്പറമ്പിലൊക്കെ കണ്ടിട്ടില്ലേ, കീ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈകൊട്ടുന്ന സാധനം. അതുപോലെ ചില സമയത്ത് പ്രവർത്തിക്കുന്നത്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലൊന്നും മനസ്സിലാവുന്ന ആളല്ല. അത് സ്വയം തിരുത്തി മാറേണ്ട കാര്യങ്ങളാണ്. ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ അവരെ സ്നേഹിക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവരുടെ വാക്കിന് വില കൊടുക്കുന്ന, അല്ലെങ്കിൽ അവര് എങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല, ഞാനതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമില്ല, എനിക്കത് വിഷയമില്ല എന്നുള്ള കേസിലുള്ള ആളുകളെയൊക്കെ നല്ല രീതിയിൽ മൂലക്കോട്ട് തള്ളിയിട്ട് ഒരു ഉപകാരവും ഇല്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ഉപദ്രവങ്ങൾ മാത്രം ജീവിതത്തിലോട്ട് തരുന്ന, സ്വന്തം കുടുംബത്തിന് വരെ എന്താ പറയാ ഒരു ഉപദ്രവം മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തോട്ട് പോകുന്നു. ഈ വാളിന്റെ പുറകെ പോകൂലേ, ഈ വാള്, കത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ എത്ര സൂക്ഷിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് മുറിഞ്ഞ് ബ്ലഡ് വരും. അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടുത്തോട്ട് പോകുന്നു. പക്ഷെ അതൊന്നും സമ്മതിക്കില്ല. അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം എന്താണെന്ന്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ഈ എന്താ പറയാ ഓവർ കോൺഫിഡൻസ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെയുള്ള ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. അവര് വിചാരിക്കുന്ന ആളുകൾ ഒരിക്കലും അവരെ തോൽപ്പിക്കില്ല, അവരെ ബുദ്ധിമുട്ടിലാക്കില്ല, അങ്ങനെയുള്ള ഒരു മൈൻഡാണ്. പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവരൊരു നല്ല മനുഷ്യനായിട്ട്, ഒരു നല്ല മനുഷ്യ സ്ത്രീയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന
ആളുകളുടെ അടുത്തോട്ട് എന്താ പറയാ അവരെ കാണാൻ ശ്രമിക്കുന്നില്ല. അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അത് ഇവിടെ തന്നെ ഉണ്ടാവും, അത് ഇവിടെ ഉണ്ടല്ല, അത് ഞാൻ എപ്പോ പോയാലും അവിടെ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡിലോട്ട് ഇങ്ങനെ ഈ കണ്ടുകൊണ്ട് അങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ എന്ന് പറയണ പോലെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വേറൊരു പഴഞ്ചൊല്ലും കൂടിയുണ്ട്, അറിയാത്ത പുള്ള ചൊറിയും പറയൂന്ന് പറയൂലേ, ആ ഒരു പഴഞ്ചൊല്ല് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാം. അല്ല ഞാനെന്ത് പറയാനാ ഇതിനൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. പല സ്റ്റേജുകളിലായിട്ട് തൂങ്ങി ഇരിക്കുന്ന, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. അത് വെച്ച് സ്വന്തമായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. അതെന്തായാലും മാറട്ടെ. അതെല്ലാ പരിപാടികളും മാറി നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പുതിയ ഒരു വെളിച്ചം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരു കാര്യങ്ങള്, ഒരു മനസ്സിനൊരു ആരൊക്കെ ആരാണെന്നുള്ള ഒരു റിയലൈസേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.